We would now like to present some mementos to a few individuals who have played a significant role in shaping the growth and spirit of our church. Our sincere gratitude and love goes to Manoj C.K., Jaren Joseph, Eldo Kurian, Sarjan Varghese, and Philip Abraham, who were such a special part of helping us through each stage of the growth of our church. Please can I invite Mr. Sugu Daniel and Mr. Anil Thomas to present these mementos. Thank you. His Eminence Abraham R. Stephanos, Metropolitan, Mr. Ian Solam, Member of Parliament, Mayor Nick Johnson, Mayor Baiju Titala, respected Achans, distinguished guests, brothers and sisters and children. I stand before you today with immense joy and heart full of gratitude in the spirit of fellowship and worship. This is a very special moment in our church family. We witnessed a visible sign of an invisible grace, and it is a reflection of the love and unity that defines our church. As we celebrate on the beautiful Saturday, let us take a moment to reflect and thank the people that transform our church. The prayers that have been lifted up and everyone who has contributed to this beautiful story. Now, I will speak in my language. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിൽ നിന്നും കുടിയേറിയ വിരലിലെണ്ണാവുന്ന കുറച്ച് മനുഷ്യരുടെ തീവ്രമായ പ്രാർത്ഥനയുടെയും ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരമാണ് ഇന്ന് കൂദാശ ചെയ്ത നമ്മുടെ ഈ ഇടവകയുടെ തുടക്കം. പാപ്പുവർത്ത് ഹോസ്പിറ്റലുമായി ബന്ധമുള്ള കുറച്ച് മലയാളികൾ പരിചയപ്പെടുന്നു, ചർച്ച ചെയ്യുന്നു, ആരാധനാലയത്തിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നു. ലണ്ടൻ ബ്രോക്ക്ലിയിൽ ഒരു ചർച്ചുണ്ട്, ഒരു പള്ളിയുണ്ട്, അവിടുത്തെ വികാരിയുമായി സംസാരിക്കുന്നു. എബിയച്ചൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന റവറൻഡ് ഫാദർ എബ്രഹാം തോമസ്. എബിയച്ചൻ്റെ ശ്രമഫലമായി ഇന്നത്തെ ഈ ദേവാലയം ആരാധനയ്ക്കായി തുറന്നു കിട്ടുന്നു. 2006 തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട എബിയച്ചൻ ആദ്യത്തെ കുർബാന അർപ്പിച്ചു. UK-യിലുടനീളം നിരവധി ഇടവകൾ തുടങ്ങുന്നതിനും ജനങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി അത്യുത്സാഹത്തോടെ കർമ്മനിരതനായി എന്ത് കഷ്ടതയും സ്വയം ഏറ്റെടുത്ത് സഹായഹസ്തവുമായി ഓടിയെത്തുന്ന അന്നത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എബിയച്ചനാണ് ഇന്നത്തെ നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ്. അഭിവന്യ തിരുമേനിയെ പരിചയപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. ഒരിക്കൽ പരിചയപ്പെട്ടവർ വിസ്മരിക്കാത്ത വ്യക്തിത്വം, ലാളിത്യം അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. 2006 മുതൽ 2009 വരെ എബിയച്ചൻ ഇടവകയെ നയിച്ചു. ഇടവകയുടെ തുടക്കവും വളർച്ചയ്ക്കും നാന്ദി കുറിച്ചതും തിരുമേനി വികാരിയായിരുന്ന കാലഘട്ടത്തിലാണ്. നമ്മുടെ ആദ്യത്തെ വികാരി ഇന്നത്തെ യൂറോപ്പ് ആഫ്രിക്കയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് ഉപഹാരം നൽകുന്നതിനായി ഇടവക ട്രസ്റ്റി ബിനോജ് വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളർച്ചയുടെ രണ്ടാം ഘട്ടം ബോബി അച്ഛൻ, റവറൻഡ് ഫാദർ മാത്യു എബ്രഹാം. വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ഇടവകയെ നയിക്കാൻ നിയമിതനായത് ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ എന്ന് ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന മാത്യു എബ്രഹാം അച്ഛനാണ്. ബോബി അച്ഛൻ്റെ സമയോചിതമായ ഇടപെടലുകളും പ്രചോദനവും മെതോഡിസ്റ്റ് പള്ളി സ്വന്തമാക്കുന്നതിന് നിദാനമായി. സൗഹൃദവും ശാന്തതയും കൈവിടാതെ ഇടവകയെ ശക്തമായി നയിക്കാൻ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞു. ഈ ഇടവകയിൽ ഏറ്റവും കൂടുതൽ വർഷം വികാരിയായി സേവനമനുഷ്ഠിച്ചതും ബോബി അച്ഛനാണ്. ഇടവകയുടെ പേരിലുള്ള ഉപഹാരം സ്വീകരിക്കുന്നതിനായി അച്ഛനെ കൃതജ്ഞതാപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളർച്ചയുടെ മൂന്നാം ഘട്ടം റവറൻഡ് ഫാദർ ഹാപ്പി ജേക്കബ്. വളർച്ചയുടെ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് 2014 ഹാപ്പി ജേക്കബ് അച്ഛൻ വികാരിയായി വരുമ്പോഴാണ്. വളരെ വലിയ ഒരു ഉത്തരവാദിത്തമായിരുന്നു അച്ഛന് ഏൽക്കേണ്ടി വന്നത്. ഇടവക ഭരണത്തോടൊപ്പം വാങ്ങിയ പള്ളിയുടെ നവീകരണവും മുന്നോട്ട് എങ്ങനെ എന്നത് ഒരു ചോദ്യചിഹ്നമായി മുന്നിലുണ്ടായിരുന്നു. സാമ്പത്തിക പരാധീനത ഒരു വെല്ലുവിളിയായി മതിച്ചിരുന്നു. പള്ളി വാങ്ങാനായി ലോൺ എടുത്ത് ഒരു വശത്ത്, മറ്റൊരു വശത്ത് നവീകരിക്കുന്നതിനാവശ്യമായ തുക കണ്ടെത്തൽ.
അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോടും സമരസപ്പെടാതെ മുന്നോട്ട് പോകാൻ ഊർജം പകർന്നത് അച്ഛനായിരുന്നു. പള്ളി പണി പൂർത്തീകരിച്ച് 1-ാം ഘട്ട കൂദാശ നിർവഹിക്കുന്നതിനും അച്ഛൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചു. അച്ഛനെ ഇടവകയുടെ പേരിലുള്ള ഉപഹാരം സ്വീകരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ മൈക്ക് അനിലിന് കൈമാറുന്നു. His Eminence Abraham R. Stephanos, respected guests on dais, dear parish members. First of all, I am so grateful and so proud to standing in front of you to invite our previous vicars, and I'm so thankful to each and every one who give me an opportunity for this. First of all, Anup Bachchan, due to some emergency situation, he wouldn't be able to spend much time with us this evening. Reverend Father Anup Abraham, 2017 മുതൽ 2021 വരെ ഞങ്ങളുടെ വികാരിയായിരുന്നു. കോവിഡ് എന്ന മഹാമാരി ലോകം ആശങ്കയോടും ഭയത്തോടും കൂടി കണ്ടിരുന്ന സമയത്ത് ഈ ഇടവക ജനങ്ങളെയെല്ലാം ഒരുമിച്ച് അവരുടെ ആധ്യാത്മിക ജീവിതങ്ങൾ സുരക്ഷിതമാക്കി അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിച്ച ഒരച്ഛനായിരുന്നു. Many people walk in and out of our life. Certainly only true people leave footprints in our heart. So if you look at your heart, you will see the footprint of Anup Bachchan in everyone's life and everyone's spiritual life and heart. So Anup Bachchanu എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നതോടൊപ്പം best wishes for his spiritual journey in future. അടുത്തതായി നമ്മുടെ അച്ഛൻ ഫാദർ മാത്യു കുര്യാക്കോസ്, 2022 മുതൽ ഞങ്ങളുടെ വികാരിയായിരുന്ന ഞങ്ങളുടെ ടിജു അച്ഛൻ വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയും കൂടി ഞങ്ങളെ എല്ലാവരെയും കാണുകയും ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്നത്തെ ഈ ദേവാലയത്തിൻ്റെ കൂദാശ ഇത്ര മനോഹരമായി നടത്താൻ മുന്നിൽ നിന്ന ടിജു അച്ഛൻ ഇടവക ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ അർഹനാണ്. മെമ്മറീസ് ആർ ദ ട്രഷേഴ്സ് ഓഫ് ഹാർട്ട്. അച്ഛൻ്റെ എല്ലാ സേവനങ്ങളും അച്ഛൻ്റെ എല്ലാ മെമ്പേഴ്സിനോടുള്ള കരുതലും നല്ലൊരു ഓർമ്മകളായി നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ടിജു അച്ഛനെ എല്ലാ ഇടവക മെമ്പറുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായി ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തത് മനോജ് CK, സിവിൽ എഞ്ചിനീയർ, മെമ്പർ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് IOC ഈസ്റ്റ് കെൻറ്റ്. മനോജിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ ആത്മീയ പ്രഭാഷണം നടത്താൻ വരുമ്പോഴാണ്. മെതോഡിസ്റ്റ് പള്ളി വാങ്ങി 2 വർഷത്തോളം ഇനി എന്ത് എന്നതൊരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്ന സമയം, വളരെ തുച്ഛമായ ബാങ്ക് ബാലൻസ്, ഒരു വശത്ത് വളരെ തുച്ഛമായ ബാങ്ക് ബാലൻസ്, മറുവശത്ത് മാസം തോറും അടയ്ക്കേണ്ടുന്ന നമ്മുടെ ഒരു ലോൺ. റിനോവേഷൻ്റെ കൊട്ടേഷനുകൾ നമുക്ക് താങ്ങാവുന്നതിലധികം ആയിരുന്നു. ചർച്ചകൾ, മീറ്റിങ്ങുകൾ. മനോജ് ധൈര്യം തന്നു, കൂടെ നിന്നു, സമയവും ധനവും മുടക്കി നമ്മോടൊപ്പം നിന്നു. ഞങ്ങളോടൊപ്പമോ അതിലധികമോ അധ്വാനിച്ചു. തോളോട് തോൾ ചേർന്ന് കരുത്തു പകർന്നു നിന്ന ഈ പള്ളിയുടെ നവീകരണ ശില്പി എഞ്ചിനീയർ മനോജിനെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് ഈ ഇടവകയുടെ പേരിലുള്ള ഉപഹാരം സ്വീകരിക്കുന്നതിനായി നന്ദിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ ജെറിൻ ജോസഫ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെമ്പർ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ചർച്ച് ഈസ്റ്റ് കെൻറ്റ്. ശ്രീ മനോജാണ് ജെറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജെറിൻ്റെ സഹോദരി ഭർത്താവാണ് മനോജ്. രണ്ടുപേരും കെൻറ്റ് എന്ന സ്ഥലത്തു നിന്നും വളരെയധികം ദൂരം സഞ്ചരിച്ച് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് ഇവിടെ വന്ന് വേണ്ട ജോലികൾ പൂർത്തീകരിച്ച് തന്നത്. ഈ പള്ളിയിലെ മുഴുവൻ ഇലക്ട്രിക് ജോലിയും ചെയ്തു തന്നത് നമ്മുടെ ഇലക്ട്രിക് എഞ്ചിനീയർ ജെറിൻ ജോസഫാണ്. മനോജും ജെറിനും അവരുടെ സമയവും ധനവും മുടക്കി കിട്ടുന്ന വാരാന്ത്യങ്ങൾ നമ്മുടെ പള്ളിയുടെ നവീകരണത്തിനായി മാറ്റിവെച്ചു. ഈ ഇടവക നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇടവകയുടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ജെറിൻ ജോസഫിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആർക്കിടെക്ചറൽ കൺസൾട്ടൻറ്റും ബ്രദ്വേ ഡിസൈൻസിൻ്റെ ഫൗണ്ടറുമായ സാജൻ വർഗീസ് നമ്മൾ പള്ളി വാങ്ങുന്ന സമയത്ത്, നമ്മുടെ ആ പ്രാരംഭ സമയത്ത് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി സഹായിക്കുകയും
പള്ളിയുടെ പർച്ചേസിങ്ങിലും പള്ളിയുടെ പാർക്കിങ്ങും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്ത സാജൻ വർഗീസിനെ ഇടവക ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ച് പീറ്റർബറോയിലെ ഇപ്പോഴത്തെ മെമ്പറായിരിക്കുന്ന എൽദോ കുര്യൻ നമ്മുടെ പള്ളിയുടെ റിനോവേഷൻ സമയത്തും ഇന്ന് വരെ നമ്മളോട് കൂടെ സഹകരിക്കുകയും നമ്മുടെ ഈ കൂദാശ ഇത്രയും മനോഹരമായി തീർക്കാൻ വേണ്ടി നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച എൽദോയെ ഇടവക ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു എൽദോ. അടുത്തതായിട്ട് നമ്മുടെ ഫിലിപ്പ് എബ്രഹാം, മെമ്പർ മാർത്തോമൈറ്റ് ചർച്ച് പീറ്റർബറോ. ഇവിടേക്ക് കുടിയേറിയത് ഒരേ കാലഘട്ടത്തിലാണ്. ശൈശവദശയിലായിരുന്ന നമ്മുടെ പള്ളിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. സ്വന്തമായി നമുക്കൊന്നുമില്ല, വിരലിലെണ്ണാവുന്ന കുറച്ച് അംഗങ്ങൾ മാത്രം. നാറ്റ് വെസ്റ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന പ്രിയ സുഹൃത്ത് ഫിലിപ്പിനെ കോൺടാക്റ്റ് ചെയ്യുന്നു, അപ്പോയിൻമെൻറ്റ് അറേഞ്ച് ചെയ്ത് തരുന്നു. കുറച്ച് ദിവസങ്ങളിൽ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാനാകുന്നു. വർഷങ്ങൾക്ക് ശേഷം പള്ളിയും അനുബന്ധ സ്ഥലവും നമുക്ക് സ്വന്തമാക്കണം. മതിയായ സാമ്പത്തികമില്ല. സാധ്യതകൾ കമ്മിറ്റി കൂടി ആരായുന്നു. നാറ്റ് വെസ്റ്റ് ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുന്നതിൻ്റെ സാധ്യത ഫിലിപ്പുമായി ആലോചിച്ചു. വേണ്ട സഹായങ്ങളും ക്രമീകരണവും ലഭ്യമാക്കി. ലോൺ ലഭിക്കുന്നതിനും തക്ക സമയത്ത് തന്നെ പള്ളിയും അനുബന്ധ സ്ഥലവും സ്വന്തമാക്കുന്നതിനും നമുക്ക് സാധിച്ചു. May I request Mr. Philip Abraham to come to the stage to receive the memento. Thank you, Philip. നിരവധി ആളുകളുടെ നിസ്വാർത്ഥമായ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ ദേവാലയം. ഇടവകയിലെ ഓരോ മെമ്പറും ഇതിൻ്റെ ഭാഗവാക്കാണ്. ചെറുതും വലുതുമായ അധ്വാനവും സഹായവും ഓരോരുത്തരും നൽകിയിട്ടുണ്ട്. ഒരാളെ പോലും മാറ്റി നിർത്താനില്ല. എല്ലാ ഇടവക ജനങ്ങളെയും ആദരിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ പള്ളിയാണ്. എല്ലാ ഇടവക ജനങ്ങളെയും കൃതജ്ഞതാപൂർവം ഓർത്തുകൊണ്ട് ഒരു നല്ല കയ്യടി നമ്മുടെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി കൊടുത്താട്ടെ. ഇടവക ജനങ്ങളോടൊപ്പം തന്നെ സഹോദര സഭയിലെ അംഗങ്ങൾ, മറ്റിടവകയിലെ അംഗങ്ങൾ, സുഹൃത്തുക്കൾ ഒക്കെ നമ്മെ സാമ്പത്തികമായും അധ്വാനപരമായും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. കൂട്ടായ പരിശ്രമത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇടവക. ഇത്തരത്തിൽ സഹായിച്ച ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. നല്ലൊരു കൈയടി അവർക്കും കൊടുത്താട്ടെ. ഈ അവസരത്തിൽ ഒരിക്കലെങ്കിലും പറയാൻ വിതുമ്പുന്ന ഒരു പ്രിയപ്പെട്ട പേര് പറയാതിരുന്നാൽ മനസ്സാക്ഷിയോട് ചെയ്യുന്ന അപരാധമെന്ന് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ട അരുൺ ജോർജിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം രേഖപ്പെടുത്തട്ടെ. മുഖവരയുടെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം. നന്ദിയോ പ്രശംസയോ പദവികളോ ഒന്നും ആവശ്യമില്ല എന്നറിയാം. പരിഭവിക്കുമെന്നും അറിയാം. പറയാതിരിക്കാനാവില്ലല്ലോ. ഒരിക്കൽ കൂടി ഇടവകയുടെ വളർച്ചയ്ക്ക് താങ്ങായി തണലായി ഇടവകയെ ഹൃദയത്തിലേറ്റെടുത്ത ഓരോ സുമനസ്സുകളെയും ഹൃദയസ്പന്ദനം നിലയ്ക്കുവോളം ഓർമ്മയിൽ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി. Thank you so much, Sugu Uncle and Anil Uncle. We would now like to present a small gift to our beloved MP and mayors as a reminder of our gratitude for being here with us today. So may I first ask Thirumeni to present a gift to our MP, Ian Sollum. Now can I invite Mayor Nick Johnson to be presented a gift by Thirumeni.
finally, can I ask Tirumeni to present a gift to Mayor Baiju Titala? I'll now be handing over to Tijuachan for a few words. പ്രിയമുള്ളവരെ,